പിണറായി വിജയനുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ടല്ലോ. ഇവിടെ ആലപ്പുഴയിലെ CPM നേതാക്കൾ എന്തൊക്കെ ചെയ്യുമ്പോഴും പിണറായി വിജയനെ അങ്ങ് പോകുന്ന ഘട്ടത്തിൽ പോലും പിണറായി വിജയനെ സംബന്ധിച്ച് നെഗറ്റീവായ ഒരു കമൻറ്റും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മുഖ്യമന്ത്രി കമ്പയർ ചെയ്തത് കെ സുധാകരനുമായിട്ടാണ്. കെ സുധാകരൻ പുറത്തു പോകുന്നു എന്ന അഭ്യൂഹം ഉണ്ടായപ്പോൾ അദ്ദേഹം അതിനോട് സ്വീകരിച്ച രീതിയുണ്ട്, G സുധാകരൻ സ്വീകരിച്ച രീതിയുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ചെറ്റ എന്ന പദപ്രയോഗം നടത്തുന്നത്. പിണറായി വിജയനോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ അദ്ദേഹത്തിന് എന്ത് അധികാരം, എന്ത് അവകാശം? അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി? പോളിറ്റ് ബ്യൂറോ ചുമതലപ്പെടുത്തിയോ? പോളിറ്റ് ബ്യൂറോ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയോട് ചോദിച്ചോ എന്ത് വാചകമാണ് പറയണമെന്ന്? ബേബി അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഗോവിന്ദ മാഷം പോലും അങ്ങനെ പറഞ്ഞില്ല. പരിഹസിച്ചൊരിക്കൽ ചിരിച്ചെന്താണ്, ആ പ്രശ്നം തീരുകയും ചെയ്തു. വേറെന്താ അദ്ദേഹത്തിന് പ്രത്യേക അവകാശം എന്താ? നല്ല ബന്ധമായിരുന്നുള്ള 30-30 വർഷത്തെ ബന്ധമല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി. എല്ലാ പ്രതിസന്ധിയിലും ഞാൻ ഉറച്ചു നിന്നു. ജനങ്ങളെ അറിയിക്കണം. പത്രസമ്മേളനം നടത്തി പറഞ്ഞ വിശദാംശമൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സ്ഥലജലഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുക അദ്ദേഹത്തിന് അറിയില്ല. താഴെയുള്ള ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആളുകളെയൊക്കെ തെറ്റായ ഭാഷയിൽ അഭിസംബോധന. എൻ്റെ അച്ഛനും അമ്മയുടെ പേരല്ല തെറ്റാന്ന് എനിക്ക്. സുധാകരൻ എന്നായിട്ടത്. സുധാകരൻ അച്ഛൻ്റെ പേര് ഗോപാലൻ എന്നായതുകൊണ്ട് എന്ന് വന്നതേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയുടെ പേര് മാറ്റാൻ ഈ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? അദ്ദേഹം ആ കസേരയിരിക്കുന്നത് പൗരന്മാരുടെ അച്ഛനും അമ്മയുടെ പേര് മാറ്റാനാണ്. സമാധാനം. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ. ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്. ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഞാൻ കേസിനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതീവ ഗുരുതരമായ തെറ്റുകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആവശ്യമുള്ള കാര്യം പറയുക, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതിരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഈ നാടിനും നന്നായിരിക്കും. ഞാനിപ്പോഴും ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെ. പക്ഷേ ഞാനിതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ചെറ്റയുടെ അർത്ഥം അറിയില്ല. ഞാനത് വ്യാഖ്യാനിച്ചു കൊടുത്തല്ലോ എല്ലാ മാധ്യമങ്ങളിലും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്റെ നിഘണ്ടുവിലുള്ള ഏറ്റവും ചെറിയ പദം. ഒരാൾക്കായ ഒരു നിഘണ്ടു ഈ രാജ്യത്തിൽ അത് തന്നെ അബദ്ധമല്ലേ പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ നിഘണ്ടുണ്ടോ നമ്മുടെ രാജ്യത്ത്? ഈ രാജ്യത്ത് ഓരോരുത്തർക്കും ഓരോ നിഘണ്ടുണ്ടെന്ന് പറയുന്നത് തന്നെ നിഘണ്ടുവിനെ പറ്റിയുള്ള അജ്ഞതയാണ്. നിഘണ്ടു എന്ന് പറഞ്ഞാൽ മലയാളം നിഘണ്ടുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ നിഘണ്ടു ഉള്ളത് അല്ലേ? വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ട്, കേംബ്രിഡ്ജ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിക്ഷണറികളുണ്ട്. നമ്മുടെ ഇവിടെ മലയാളം ഡിക്ഷണറികളുണ്ട് അല്ലേ? അതൊക്കെ എഴുതിയ ഒരാളാണെങ്കിലും ജനങ്ങളുടെ ഡിക്ഷണറിയായി മാറും. ഓരോരുത്തർക്കും ഓരോ ഡിക്ഷണറി. ഓരോരുത്തരെ ചീത്ത വിളിക്കാൻ വേണ്ടി അസഭ്യ പദങ്ങളുടെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കുക. പറയട്ടെ, അസഭ്യ പദങ്ങളുടെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കുക. ഓരോരുത്തരെ ഓരോരുത്തർ വിളിക്കുക. അത് ഭരണഘടനാ വിരുദ്ധമാണ്, ശിക്ഷാർഹമാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ഇലക്ഷൻ കേസ് കൊടുത്ത പ്രശ്നമാണ്. ഒരു സ്ഥാനാർത്ഥി വേറൊരു സ്ഥാനാർത്ഥിയെ അവമാനിക്കാൻ പാടില്ല. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഗുരുത്വം എപ്പോഴും ബാക്കി കിടക്കുക വ്യക്തിപരമായിട്ട്.